നമസ്കാരം, വെട്ടർ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. മുസ്ലിം ലീഗിനും കുഞ്ഞാലിക്കുട്ടിക്കുമെതിരായി താൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ലീഗിന്റെ അണികളോടെങ്കിലും നേതാക്കൾ മറുപടി പറയണമെന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KS സംസ. മറുപടി പറഞ്ഞാൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കുമെന്നും അദ്ദേഹം തിരൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇലക്ഷൻ പ്രചരണ പ്രവർത്തനങ്ങൾ അതിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകം ഞാൻ ഉന്നയിച്ച കുറേ ആരോപണങ്ങളുണ്ടായിരുന്നു പാർട്ടിക്ക്. ഞാൻ പൊക്കിക്കൊടുന്ന് സമൂഹത്തോട് പറഞ്ഞ കുറേ വസ്തുതകളുണ്ടായി. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് അവിഭാജ്യമായ ഒരു ഘടകമാണല്ലോ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമ ഘടന. അതിൻ്റെ ധർമ്മം നിർവഹിക്കാനുണ്ട്. അതിനോട് സഹകരിക്കലും ആവശ്യമാണ്. പക്ഷേ എൻ്റെ എതിർപക്ഷത്തുള്ള ആളുകൾ കുറ്റകരമായ രീതിയിലാണ് ഒളിച്ചോട്ടം നടത്തുന്നത്. കുറ്റകരമായ ഒളിച്ചോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ജനാധിപത്യത്തിൻ്റെ ആരോഗ്യകരമായ അവസ്ഥക്ക് വളരെയധികം കോട്ടം തട്ടും. ഒളിച്ചോട്ടം, ചോദ്യത്തിന് മറുപടികളൊന്നും കാണുന്നില്ല. ചോദ്യത്തിന് മറുപടി വന്നു കഴിഞ്ഞാൽ ഞാൻ അടുത്ത തെളിവുകൾ ഹാജരാക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ അതിൻ്റെ രണ്ട് കാര്യം കൂടി പറയാൻ ആഗ്രഹിച്ചാണ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത്. ഒന്ന്, പ്രധാനമായും ഹൈദരലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പാണക്കാട് സയ്യിദ് അവറുകളെ ഒരു വലിയ കേസിൽ പ്രതിയാക്കിയതിൻ്റെ പിന്നിലെ ഗൂഢാലോചനയാണ്. മുസ്ലിം ലീഗിനോട് താല്പര്യമുള്ള, തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തങ്ങളുടെ ആനുകൂല്യങ്ങൾ ഒരുപാട് നുകർന്നിട്ടുള്ള ആളുകൾ വരെ പാർട്ടിയുടെ തിട്ടൂരം ഭയന്ന് ഇക്കാര്യത്തിൽ കുറ്റകരമായ മൗനം ദീക്ഷിക്കുന്നത് അപകടകരമാണ്. ജനാധിപത്യ പ്രക്രിയയിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നികത്തുന്നത് കൂടുതൽ ജനാധിപത്യത്തിലൂടെയാണ്. ജനാധിപത്യ പാർട്ടികൾക്ക് ഉള്ള പിഴവുകൾ പരിഹരിക്കുന്നത് മാധ്യമങ്ങളുടെ ഇടപെടലുകളിലൂടെയാണ്. അങ്ങനെയാണ് കൂടുതൽ ജനാധിപത്യം ഒരു രാജ്യത്ത് പുലരുന്നത്. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്കെതിരെ കുഞ്ഞാലിക്കുട്ടി ഗൂഢാലോചന നടത്തി. കുഞ്ഞാലിക്കുട്ടിയുടെ അധികാരമോഹമാണ് ഇതിന് പിന്നിൽ. താൻ ഉന്നയിച്ച ചോദ്യങ്ങളിൽ നിന്ന് ലീഗ് നേതൃത്വം ഒളിച്ചോടുന്നത് ജനാധിപത്യപരമായ ആരോഗ്യപരമായ അവസ്ഥയ്ക്ക് കോട്ടം തട്ടുമെന്നും LDF സ്ഥാനാർത്ഥി KS സംസ തിരൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തങ്ങളോട് കുഞ്ഞാലിക്കുട്ടി കാണിച്ചത് ഗുരുതരപരമായ വഞ്ചന. മുത്തലാഖ് ബില്ലിൽ വോട്ട് ചെയ്യാതെ നാട്ടിലേക്ക് മടങ്ങിയ കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ട് തങ്ങൾ മാപ്പ് പറയിപ്പിച്ചു. ഇതിൽ കലിപൂണ്ടാണ് കുഞ്ഞാലിക്കുട്ടി തങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തിയത്. മുസ്ലിം ലീഗ് പ്രവർത്തകർ സുപ്രഭാത പത്രം തെരുവിൽ കത്തിക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂർ.